الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله سبحانه وتعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കൃത്യമായി അനുസരിച്ചുകൊണ്ട് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ മഹാത്മ്യം പറഞ്ഞ് തന്നിട്ടുണ്ട്. ദിവസങ്ങളുടെ നേതാവ് എന്നും ദിവസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വിലയും നിലയുമുള്ള ദിവസമെന്നുമൊക്കെ ഈ ദിവസത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസത്തിൽ പ്രത്യേകമായി അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ചില അമലുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണമെന്നും അധികമായി സലാത്ത് വർദ്ധിപ്പിക്കണമെന്നും വെള്ളിയാഴ്ച ദിവസത്തിൽ നന്നായി കുളിച്ച് വസ്ത്രം അണിഞ്ഞ് മണവസ്തുക്കൾ പൂശി നേരത്തെ പള്ളിയിലേക്ക് വരണമെന്നും ഖുതുബ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മുസ്ലിമായ ദാസൻ വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ആ ഒരാഴ്ച മുഴുവനും ആകാശത്തു നിന്നും അവന്റെ ശരീരം വരെ ഒരു പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടിയിട്ട് അണിയിച്ചൊരുക്കുന്നതാണ്. ഈമാനിന്റെ, ഇഖ്ലാസിന്റെ, തഖ്വയുടെ, ദീനിന്റെ നന്മ നിറഞ്ഞ പ്രകാശരശ്മികൾക്കുള്ളിൽ അള്ളാഹു ഒരാഴ്ച കാലം നമ്മളെ കാത്തു സംരക്ഷിക്കുന്നതിനാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു. അതുപോലെ ചില ഹദീസുകളിൽ കൃത്യമായി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആളുകളെ ദജ്ജാലിന്റെ ഷർറിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദജ്ജാല് എന്ന പേരിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഭീകര രൂപങ്ങളുണ്ട്. ഒരുപക്ഷെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അടയാളങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ദജ്ജാല് ആ ഒരർത്ഥത്തിൽ ഇന്ന് മറ്റു പല രൂപങ്ങളിലും നമ്മളെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ശരി. അള്ളാഹുവിൽ നിന്നും നമ്മളെ പിടിച്ചകറ്റുന്നതിന് വേണ്ടി പടപ്പുകളിലേക്ക്, സൃഷ്ടികളിലേക്ക്, സൃഷ്ടികളുടെ വൈഭവങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു മാറ്റുന്നതിന് വേണ്ടി, സ്വർഗത്തിൽ നിന്നും നമ്മളെ പിടിച്ചകറ്റി നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ചുറ്റും നിറഞ്ഞാടുന്ന പല രൂപങ്ങളും കോലങ്ങളുമുണ്ട്. അതൊക്കെ ദജ്ജാലിന്റെ ചെറു രൂപങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഷർറിൽ നിന്ന് നമ്മൾക്ക് രക്ഷ പ്രാപിക്കാൻ, അത്തരം കെടുതികളിലോ കുടുക്കുകളിലോ ഒന്നും നമ്മൾ പോയി പെട്ടുപോകാതിരിക്കാൻ
നമുക്കൊരു കവചമായ നിലയിൽ, സുരക്ഷിതത്വ വലയമായ നിലയിൽ സൂറത്തുൽ കഹ്ഫ് നമ്മൾ പതിവാക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് പഠിപ്പിച്ചു. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അവറുകൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, അക്സിറു അലയ്യ സലാത്തൻ ഫി യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ നിങ്ങൾ എൻ്റെ മേൽ അധികമായി സലാത്ത് പറയുക. ജുമുഅ ദിവസത്തിൽ, വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ എൻ്റെ മേൽ അധികമായി സലാത്ത് പറയുക. എന്തുകൊണ്ടെന്നാൽ എല്ലാ ജുമുഅ ദിവസത്തിലും എൻ്റെ ഉമ്മത്തികളുടെ സലാത്ത് അള്ളാഹു എൻ്റെ സന്നിധിയിൽ നേരിട്ട് സമർപ്പിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ നമ്മൾ പറയുന്ന സലാത്ത് നേരിട്ട് സമർപ്പിക്കപ്പെടുന്നു എന്നത് വലിയ സന്തോഷകരമാണ്, നമുക്കൊരു അംഗീകാരമാണ്. നമ്മളുടെ പേര്, നമ്മളുടെ വാപ്പയുടെ പേരടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ പറയപ്പെടുക എന്ന് പറയുന്നത് എത്ര വലിയ മഹത്വമാണ് പ്രിയപ്പെട്ടത്. അതിനുവേണ്ടി നിങ്ങൾ അധികമായി സലാത്ത് പറയുക എന്ന് പറഞ്ഞു. അതേ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ നിന്നും ആരെങ്കിലും ഒരാൾ എൻ്റെ മേൽ ഒരു സലാത്ത് പറഞ്ഞാൽ അവന്റെ മേൽ അള്ളാഹു 10 അനുഗ്രഹങ്ങൾ പൊഴിക്കുന്നതാണ്. എൻ്റെ മലക്കുകൾ, അള്ളാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി 10 പ്രാവശ്യം പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നതാണ്. മൻ സല്ല അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, ഒരാൾ എൻ്റെ മേൽ 10 സലാത്ത് പറഞ്ഞാൽ അവന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 10 പ്രാവശ്യം അനുഗ്രഹങ്ങൾ പൊഴിക്കുന്നതാണ്. മറ്റൊരു ഹദീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ കുറച്ചുകൂടി വിശദമായി വ്യക്തമായി, എൻ്റെ മലക്കുകൾ അവന് വേണ്ടി 10 പ്രാവശ്യം പാപമോചനം തേടുന്നതാണ് എന്നും പറഞ്ഞു. ഒരു പ്രാവശ്യം നമ്മൾ സലാത്ത് പറഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ നമ്മളുടെ പേര് 10 പ്രാവശ്യം പറയപ്പെടുന്നു എന്നാണ്. അവന്റെ മലക്കുകളുടെ നാവിലൂടെ അള്ളാഹു തആല ഈ സലാത്ത് പറഞ്ഞ അടിമയുടെ പേരിൽ 10 പ്രാവശ്യം പൊറുക്കലിനെ തേടിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചെറിയ കാര്യമല്ല. ആരും പരിഗണിക്കാതെ, ആരും പറഞ്ഞാൽ അറിയാതെ, ഒരു പക്ഷേ നമ്മുടെ കുടുംബക്കാരുടെയോ അയൽവാസികളുടെയോ ഇടയിൽ മാത്രം അറിയപ്പെടുന്ന നമ്മൾ ആകാശഭൂമികളുടെ രാജാതിരാജനായ രക്ഷിതാവിന്റെ സന്നിധിയിൽ പേരെടുത്ത് പറയപ്പെടുകയാണ്. മലക്കുകളുടെ നാവിലും അവരുടെ സദസ്സിലും നമ്മളുടെ പേര് പറയപ്പെടുകയാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ നമ്മുടെ പേര് പറയപ്പെടുകയാണ്, നമ്മൾ പരാമർശിക്കപ്പെടുകയാണ്. അതിനൊക്കെ നമുക്ക് ചെയ്യാനുള്ള അമലാകട്ടെ വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള അമലാണ് സലാത്ത് പറയും. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക വസല്ലിം. അതുപോലെ നമുക്കറിയാവുന്ന ചെറിയ ചെറിയ കലിമാത്തുകളിലൂടെ ഒരു സലാത്ത് പറഞ്ഞാൽ 10 നന്മ ലഭിക്കുന്നു. മറ്റൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സലാത്തിന് പകരം 70 നന്മ ലഭിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. സലാത്ത് വർദ്ധിപ്പിക്കണം. സലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ മുഹബ്ബത്തുർ റസൂൽ ഉണ്ടാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബുണ്ടാകുന്നു, ഇഷ്കുണ്ടാകുന്നു. നബിതങ്ങളോടുള്ള മുഹബ്ബത്തും ഇഷ്കും നമ്മളെ തങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ, തങ്ങളുടെ കൽപ്പനകളെ പിന്തുടർന്ന് ജീവിക്കുവാൻ പ്രേരകമാകും. നബിതങ്ങളെ പിൻപറ്റി ജീവിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഭൂമി ലോകത്ത് വിജയിക്കാനുള്ള ഏക മാനദണ്ഡമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയുള്ള ജീവിതം നമ്മളുടെ ഒക്കെ പ്രകൃതമായി തീരുന്നത് വരെ ഒരിക്കലും നമുക്ക് മുഅ്മിനാകാൻ കഴിയില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. ഞാൻ കൊണ്ടുവന്ന നടപടിക്രമങ്ങളെ പിൻപറ്റിയുള്ള ജീവിതം ഏതൊരു മനുഷ്യന്റെ പ്രകൃതമായി മാറുന്നില്ലയോ, താല്പര്യമായി തീരുന്നില്ലയോ, അതുവരെയും അവൻ യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്നാണ്. ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം അരുൾ ചെയ്യുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല ഏതുവരെ? ഞാൻ അവനിലേക്ക് അവന്റെ സ്വന്തം ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഏറെ ഇഷ്ടമുള്ളവനാകുന്നത് വരെ. എനിക്ക് ആരോടാണ് കൂടുതൽ സ്നേഹമെന്ന് ചോദിച്ചാൽ ഓരോ മുസ്ലിമീങ്ങളും അവരവരുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആലോചിക്കണം, ഞാൻ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്, ആരോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നാവുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പള്ളിയിൽ വരുമ്പം പടച്ചവനെ കുറിച്ചിട്ടും അവന്റെ റസൂലിനെ കുറിച്ചിട്ടും ഒക്കെ പറയുമെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ മറ്റ് മേഖലകളെ
എടുത്ത് പരിശോധിച്ചാൽ അവിടങ്ങളിലൊക്കെ നമ്മളുടെ മനസ്സ് ആരിലേക്കാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, ആരുമായിട്ടാണ് നമ്മുടെ ഹൃദയങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഒരിക്കലും നിങ്ങളിൽ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല ഞാൻ അവനിലേക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവനാകുന്നത് വരെയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഹബ്ബത്ത് ഉണ്ടാകണം, സ്നേഹമുണ്ടാകണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. അള്ളാഹു പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പ, ഉമ്മ, മക്കള്, കച്ചവടം, വീട്, കൂട്, നാട് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഇങ്ങനെ നിങ്ങൾ സാധാരണഗതിയിൽ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചില വിഷയങ്ങൾ ഒരു ഭാഗത്ത് വെക്കുക. 8 വിഭാഗം, 8 കാര്യത്തെ അള്ളാഹു എണ്ണി പറഞ്ഞു. മറുഭാഗത്ത് മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമത്തെയും ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് ഇത് രണ്ടിൽ ഏതിനോടാണ് നിങ്ങൾക്ക് കൂടുതൽ മുഹബ്ബത്ത് എന്ന് തുലനം ചെയ്യണം, പരിശോധിക്കണം. അഥവാ അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ ദീനിന്റെ മാർഗത്തിലെ പരിശ്രമത്തെക്കാളും നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ വീടും കൂടും കുടുംബവും കച്ചവടവും വീടും ഒക്കെ ആണെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ താമസിയാതെ വരിക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ശിക്ഷ ഈ സമുദായത്തെ പിടികൂടിയിരിക്കുന്നു എന്ന് നമുക്കൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെ നോക്കിയാലും ഈ സമുദായത്തിന് വേദനകളാണ്, നൊമ്പരങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളുമാണ്. അത് ഏത് ഭാഗത്ത് നിന്ന് എടുത്തു നോക്കിയാലും അങ്ങനൊക്കെ തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇപ്രകാരം? فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبه. الله بارك. فليحذر الذين يخالفون عن أمره أن تصيبهم فتنة. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകൾക്ക് വിപരീതമായ നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഭയപ്പെട്ടുകൊള്ളട്ടെ, പേടിച്ചുകൊള്ളട്ടെ. അവർക്ക് താമസിയാതെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷകൾ വന്നു ഭവിക്കുന്നതാണ്, പരീക്ഷണങ്ങൾ വന്നു ഭവിക്കുന്നതാണ്. പരീക്ഷണങ്ങളും വരും, ശിക്ഷകളും വരും. പരീക്ഷണങ്ങളും ശിക്ഷകളും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വരിക തന്നെ ചെയ്യും. അത് ഭയപ്പെട്ടുകൊള്ളണം. എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളിൽ നിന്നും തങ്ങളുടെ മാർഗത്തിൽ നിന്നും തങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും അകന്ന് ജീവിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ മാസം കഴിയുകയാണ്. അടുത്തൊരു മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന സഹോദരങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഈ ഹുബ്ബുർ റസൂലും ഇത്തിബാഉർ റസൂലും സലാത്തും ഒക്കെ പറയേണ്ടത് കഴിഞ്ഞ മാസമല്ലേ, ഇനി എന്താ ഈ മാസം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പൊതുവെ നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ രീതി അനുസരിച്ച് റബീഉൽ അവ്വൽ മാസം വന്നു. ആ മാസത്തിന്റെ ആവേശത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചിട്ട് ചിലതൊക്കെ മദ്ഹിന്റെ രൂപത്തിൽ പറഞ്ഞു, പാടി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഹബ്ബത്തുള്ളവരാണ് ഞങ്ങളെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചില കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത്തിബാഇന്, ആ നിലയിലുള്ള പരിവർത്തനത്തിന് എത്രത്തോളം സാധ്യതകൾ ഉണ്ടായി എന്ന് ഞാൻ നിങ്ങൾ ആലോചിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും മുഹബ്ബത്ത് വെക്കുകയും ചെയ്യുന്ന അനുയായിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചിട്ടുള്ള ജീവിതം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾക്ക് അനുസരിച്ചിട്ടുള്ള ജീവിതം ഉണ്ടാകണം. റബീഉൽ അവ്വൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര ഫറളുകൾ ഹയാത്തായി എന്ന് നമ്മളൊരു പരിശോധന നടത്തൂ പ്രിയപ്പെട്ടവരെ. എത്ര ഫറളുകൾ ഹയാത്തായി എന്ന് പരിശോധിക്കൂ. നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നതും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടും എടുക്കാൻ കഴിയാതെ പോയിരുന്നതുമായ ദീനിന്റെ എത്ര റുക്കുനുകൾ, കർമ്മങ്ങൾ നമുക്ക് റബീഉൽ അവ്വലിന്റെ ആവേശത്തിന്റെ പേരിൽ പുനർജീവിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കൂ. നമ്മുടെ ജീവിതത്തിൽ എത്ര സുന്നത്തുകൾ ഹയാത്താക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്താണ് ഫറള്, എന്താണ് സുന്നത്ത്? ആ ഫറളുകളുടെയും സുന്നത്തുകളുടെയും സ്ഥാനം എന്താണ്? അത് പ്രാവർത്തികമാക്കിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെ കുറിച്ചിട്ട് നമുക്ക് ആഗ്രഹം വന്നിട്ടുണ്ടോ?
നമ്മൾ ഒരു പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായ നിലയിൽ ജീവിച്ചു പോയാൽ നമുക്ക് വേണ്ടി പടച്ചവൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നരകത്തെ കുറിച്ചിട്ടുള്ള ഭയപ്പാട് നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹു, റസൂല്, ആഖിറം, സ്വർഗം, നരകം, ഖബർ എന്നിങ്ങനെയുള്ള പരലോകവുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങളുടെ ചിന്താ വിഷയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ തിരിഞ്ഞിട്ടുണ്ടോ നമ്മൾ ആലോചിക്കുക. നമ്മൾ പരിപാടികൾ നടത്തി, ആ പരിപാടികൾ വിജയകരമാക്കി, അതിൽ നമ്മൾ പരസ്പരം മത്സരിച്ചു, നമുക്കൊക്കെ റാങ്ക് കിട്ടി, മെഡൽ കിട്ടി എന്ന് പറയുന്നതിലാണോ പ്രിയപ്പെട്ടവരെ കാര്യം? എന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എത്ര മുഹബ്ബത്ത് ഉണ്ടായി? മുഹബ്ബത്ത് ഉണ്ടാകുന്നത് എവിടെയാണ്? മുഹബ്ബത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അറിയുന്നത്? മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഇത്തിബാഇലൂടെയാണ് നമ്മളുടെ മുഹബ്ബത്തിനെ നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത്. ഒരു മഹാനായ മനുഷ്യൻ കുറെ നാളുകളായി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ നടക്കുന്നു. എപ്പോ നോക്കിയാലും കരച്ചിലേ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒരിക്കൽ അദ്ദേഹത്തെ ഇരുത്തിയിട്ട് ചോദിച്ചു, എന്താ ഇങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുന്നത്? നമ്മുടെ കൂട്ടത്തിൽ പല സഹോദരങ്ങളും അങ്ങനെയൊക്കെ കരയാറുണ്ട്. എന്തിനു കരയുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും സിഹത്തും സലാമത്തും ഒക്കെ തെരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, മക്കൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ആക്സിഡന്റിൽപ്പെട്ട എന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരൻ ആശുപത്രിയിലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോഴും എന്റെ സുഹൃത്തുക്കൾ പലരും എന്നോട് ജുമാക്ക് മുമ്പ് വിളിച്ച് ദ്വാരക്കാൻ പറഞ്ഞു. അതിൽ പല സഹോദരങ്ങളും ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്, വളരെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്, ആക്സിഡന്റിൽ അകപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. രോഗികൾക്കൊക്കെ അള്ളാഹു ആജിലായ മുസ്തമിറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്തും ഇഫ്ഫത്തും ആഫിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണഗതിയിൽ നമ്മുടെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ ശ്രമിച്ചാൽ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ നടക്കുന്ന ഒരാളെ സമീപിച്ചിട്ട് എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെയുള്ള ചില പരീക്ഷണങ്ങളുടെ പേരിലാണ് അവൻ കരയാറുള്ളത്. ആ മഹാനോട് ആളുകൾ അടുത്തറിഞ്ഞ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വുളൂ ചെയ്യുകയായിരുന്നു. വുളൂ ചെയ്യുന്ന സമയത്ത് മുൻകൈ കഴുകും. അത് സുന്നത്താണല്ലോ, മുൻകൈ കഴുകും. നമ്മളെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ വിവക്ഷ? നമ്മുടെ മനസ്സിൽ എന്താ സാധാരണ ഓടി? അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ധ്വനി? സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ അതിപ്പോ എടുക്കണമെന്ന് നിയമമില്ലല്ലോ, എടുക്കണമെന്ന് നിർബന്ധം ഇല്ലല്ലോ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എടുക്കാതിരിക്കാനുള്ളതാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഒക്കെ ഹൃദയങ്ങളിൽ വന്നു പോയിട്ടുണ്ട്. സുന്നത്തല്ലേ പ്രിയപ്പെട്ടവരെ, സുന്നത്തല്ലേ, അതുകൊണ്ട് ഞാൻ എന്റെ ജീവൻ കൊടുത്താലും അത് ഹയാത്താക്കണ്ടേ എന്നൊരു മുഹബ്ബത്തിന്റെ ചിന്തയാണ് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിലുണ്ടാകേണ്ടത്. സുന്നത്തല്ലേ, അത് ഞാൻ എന്റെ ജീവൻ കൊടുത്താലും ഹയാത്താക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ പറഞ്ഞത്, ഞാൻ എന്റെ ജീവിതം മുഴുവനും പണിപ്പെട്ടുണ്ടാക്കിയെടുത്ത സമ്പത്ത് മുഴുവനും ചെലവഴിക്കാം, അതിന്റെ പേരിൽ എനിക്കൊരു അവ്വൽ തക്ബീർ നഷ്ടപ്പെടുന്നതിനെ ഞാൻ സഹിക്കൂല. ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ കിട്ടുന്ന തൗഫീഖ്, പള്ളിയിലേക്ക് വലതുകാല് വെച്ച് കയറാൻ കിട്ടുന്ന തൗഫീഖ്, അതുപോലെ വളരെ ചെറുതെന്ന് വിചാരിക്കുന്ന സുന്നത്തുകൾ സുന്നത്തല്ലേ. അതുകൊണ്ട് ആ സുന്നത്ത് ഹയാത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഹയാത്ത് മുഴുവനും കൊടുക്കാം എന്ന് പറയാൻ ഒരു മുസ്ലിമിന് സാധിക്കണം. അപ്പോഴാണ് അവൻ മുഹബ്ബത്തുർ റസൂലിൽ സത്യസന്ധനാകുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ വായ്വാക്ക് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പാടിപ്പുകഴുന്നത് കൊണ്ടൊന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നവരാവുകയേ ഇല്ല. ശരി, അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ആ മഹാൻ പറയാണ്, ഞാൻ വുളൂ ചെയ്യുന്ന സമയത്ത് മുൻകൈ കഴുകുന്നു. അത് സുന്നത്തല്ലേ? ഞാൻ എന്തിനാ വീണ്ടും ഇത് പറയുന്നത്? ഞാനും നിങ്ങളും ആലോചിക്കണം. നമ്മൾ വുളൂ ചെയ്യുന്നുണ്ട്, വുളൂവിൽ എത്ര സുന്നത്തുണ്ട്? കുളിക്കുന്നുണ്ട്, കുളിയിൽ എത്ര സുന്നത്തുണ്ട്? നമ്മളിപ്പോൾ ജുമുഅക്ക് മുമ്പ് കുളിക്കുന്ന സമയത്ത് ജുമുഅയുടെ സുന്നത്ത് ഹയാത്താക്കാൻ വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന് നമ്മളിൽ എത്ര പേര് നിയത്ത് വെച്ചിട്ടുണ്ട്? കുളി ഇപ്പൊ എല്ലാവരും കുളിക്കുന്നില്ലേ? വെറും കുളിയാണോ? അങ്ങനെ കുളിച്ചത് കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് എന്താ ഒരു പ്രയോജനം? മുസ്ലിമീങ്ങളായ നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിക്കുമ്പോൾ കുളി ജുമുഅയുടെ സുന്നത്തിനെ ഹയാത്താക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ നിയത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ തലയിൽ എണ്ണ പുരട്ടി. അത് സാധാരണയല്ലേ പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വെള്ളിയാഴ്ച ദിവസം തലയിൽ എണ്ണ പുരട്ടണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തലയിൽ എണ്ണ പുരട്ടുന്നു. ഞാൻ അത്തറ് പുരട്ടി, അത് എന്റെ കയ്യിൽ മണവസ്തു ഉള്ളത് കൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു മണം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പുരട്ടല്ലോ. എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അത്തറ് പുരട്ടാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അത്തറ് പുരട്ടുന്നു. ഇങ്ങനെ ഓരോ കാര്യത്തിലും എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അത് കൽപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ എന്നിൽ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വെളുത്ത വസ്ത്രം അണിഞ്ഞു ജുമാ ദിവസത്തിൽ. എന്തിനാ വെളുത്ത വസ്ത്രം അണിഞ്ഞത്? വെളുത്തതല്ലാത്ത വസ്ത്രം ഇടാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ? വെളുത്തതല്ലാത്ത വസ്ത്രം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സൗകര്യവും കഴിവുമില്ലാത്തത് കൊണ്ടാണോ? അല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്. അഹബ്ബു സിയാബി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബിയദുഹാ.
നബിതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെളുത്ത വസ്ത്രമായി. അതുകൊണ്ട് മറ്റ് കളറുകൾ ധരിക്കണമെന്ന എന്റെ ആഗ്രഹത്തെ തൽക്കാലം ഞാൻ മാറ്റിവെച്ചു. ഞാൻ വെളുത്ത വസ്ത്രം അണിഞ്ഞു. വെളുത്ത വസ്ത്രം അണിയുന്നത് ഭംഗി കൂടാൻ വേണ്ടിയല്ല, എന്റെ ഇഷ്ടത്തിന് വേണ്ടിയുമല്ല. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിക്കുകയും തങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയുകയും ചെയ്തതിന്റെ പേരില കുളിക്കുന്നതിന് മുമ്പ്, വെള്ളിയാഴ്ച ദിവസത്തെ കുളിക്ക് മുമ്പ് ഞാൻ ബ്രഷ് ചെയ്യുന്നു, മിസ്വാക്ക് ചെയ്യുന്നു. എന്തിനാ? രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചില്ല, ഇപ്പോഴാണോ പല്ല്? അല്ല, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വെള്ളിയാഴ്ച ദിവസം പല്ല് തേക്കണമെന്ന് പ്രത്യേകം കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വസ്ത്രം അണിയുകയാണ്. വസ്ത്രം അണിയുമ്പോൾ എങ്ങനെയും അണിയാം. ആദ്യം വലത് കരം, ഞാൻ ആദ്യം വലത് കൈ ഇട്ടു, വലത് കൈ ഷർട്ടിന്റെ കൈ വലത് കൈ ഇട്ടു, പിന്നെ ഇടത് കൈ ഇട്ടു. വലത് കൈ ഇടുന്ന സമയത്ത് ഞാൻ ഒരു ദുആ ചെയ്തു. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ആ ദുആ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ളത് പോലെ കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് സൗന്ദര്യം ഉറപ്പുവരുത്തിയത് എന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്റെ സ്റ്റൈൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുമായിരുന്നില്ല. അല്ലാഹുമ്മ അൻത ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി എന്ന് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ച ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒരു ജീവിത രീതിയാണ്. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടി ചീകി, അത് സുന്നത്താണ്. വലതുവശം ആദ്യം തുടങ്ങുകയും ഇടതുവശം പിന്നീട് ഈരുകയും ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തലമുടിയിൽ എണ്ണ തേക്കുന്നതും അത് മണമുള്ളതാക്കുന്നതും നന്നായി ഭംഗിയായി ഈരി വൃത്തിയാക്കി സൂക്ഷിക്കുന്നതും എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കണ്ണാടിയിൽ നോക്കുന്നത് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തായതുകൊണ്ടാണ്. ഞാൻ കണ്ണാടിയിൽ നോക്കി എന്റെ മുഖഭാവത്തിൽ നിന്നും ഒരു ഭംഗി ഞാൻ കണ്ടപ്പോൾ അല്ലാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ എന്റെ രൂപഭാവങ്ങളുടെ ബാഹ്യ കോലം വളരെ ഭംഗിയാക്കി മനോഹരമാക്കി. ഞാൻ നിന്നോട് അർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. ഫഹസ്സിൻ ഖുലുഖി, എന്റെ സ്വഭാവവും നന്നാക്കണേ. നബിതങ്ങളുടെ ആ പഠിപ്പിക്കൽ, നബിതങ്ങളുടെ അധ്യാപനം എത്ര സുന്ദരമാണ് പ്രിയപ്പെട്ട, എത്ര അർത്ഥവത്താണ്. ഞാൻ എന്റെ ബാഹ്യമായ കോലവും രൂപവും ഒക്കെ നന്നാക്കി, മുടിയൊക്കെ ചീകി നല്ല ഫാഷൻ ആയി, നല്ല മോഡലായി പുറത്തേക്ക് ഇറങ്ങുക പടച്ചവനെ. പക്ഷേ എന്റെ നാവിൽ നിന്നും മുതിർന്നു വീഴുന്ന വർത്താനം നന്നായില്ലെങ്കിൽ, ജനങ്ങളോടുള്ള എന്റെ പെരുമാറ്റം നന്നായില്ലെങ്കിൽ, ആളുകളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാനുള്ള സന്മനസ് എനിക്കുണ്ടായില്ലെങ്കിൽ, മുസ്ലിമീങ്ങളോട് സലാം പറഞ്ഞു തുടങ്ങാൻ എനിക്ക് സന്മനസ്സുണ്ടായില്ലെങ്കിൽ, സലാം പറയുന്നവർക്ക് അത് മടക്കാനുള്ള വിശാല മനസ്ഥിതി എനിക്കുണ്ടായില്ലെങ്കിൽ, പടച്ചവനെ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ച ഇങ്ങനത്തെ സൽസ്വഭാവങ്ങളിലൂടെ എന്റെ സ്വഭാവങ്ങളെയും ജീവിത രീതികളെയും നീ നന്നാക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കണ്ണാടി നോക്കിയിട്ട് വെറുതെ ഇങ്ങ് വന്നാ പോരാ. ഇനി പറഞ്ഞു വരുന്നത് ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ഏതാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് അത് അമൽ ചെയ്യാനുള്ള സന്മനസ് നമുക്കൊക്കെ ഉണ്ടാക്കണം. ഞാൻ wudu എടുക്കുകയായിരുന്നു. wuduവിൽ മുൻകൈ കഴുകുന്നത് സുന്നത്തല്ലേ? മുൻകൈ കഴുകുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ മുൻകൈ കഴുകുമ്പോൾ ആ വിരലുകളെ കോർത്ത് കഴുകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വിരലുകളെ കോർത്ത് കഴുകണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് മറന്നുപോയി. മറ്റെന്തോ ചിന്തയിൽ ഞാനത് മറന്നുപോയി. wuduവൊക്കെ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ എന്തെന്നില്ലാത്ത പശ്ചാത്താപ മനസ്കനായി മാറി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ ചെയ്ത അദ്ദേഹം? എന്ത് പാപമാണ് ചെയ്തത്? എന്ത് കുറ്റമാണ് ചെയ്തത്? wudu ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, wuduവിന്റെ സുന്നത്ത് പാലിച്ചിട്ടുണ്ട്, മുൻകൈ കഴുകിയിട്ടുണ്ട്. പക്ഷെ മുൻകൈ കഴുകുമ്പോൾ കൈകോർത്ത് കഴുകുക എന്ന് പറയുന്ന ഒരു സുന്നത്ത് നമ്മുടെ ഒക്കെ വീക്ഷണത്തിൽ ചെറിയൊരു സുന്നത്ത് നമ്മൾ പറയും, ഒരു ചെറിയ നഷ്ടപ്പെട്ടു. അദ്ദേഹം പറയാണ്, ഇതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാവിട്ട് കരയുന്നത്? കുറെ ദിവസമായില്ലേ കരയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിൽ ഇങ്ങനെ ഇടക്കിടക്കൊരു ഭീതി വരും, ഒരു ഭയപ്പാട് വരും, ഒരു വെപ്രാളം വരും. എന്താ വെപ്രാളം എന്നറിയോ? നാളെ പരലോകത്ത് അഷ്റഫുൽ ഖൽഖ് താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ അവിടുത്തെ അനുയായികളെയും കാത്തു നിൽക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തു നിൽക്കും. എന്തിനാ കാത്തു നിൽക്കുന്നത്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. സ്വന്തം ഉമ്മമാര്, സ്വന്തം വാപ്പമാര്, സഹോദരങ്ങള്, ഭാര്യമാര്, മക്കള് എല്ലാരും അവരവരുടെ ബന്ധുക്കളെ കാണുമ്പം ഓടി മാറുന്ന ഒരു ദിവസം. ആളുകളൊക്കെ വെപ്രാളത്തിൽ ആളുകൾ ബേജാറോടെ വെപ്രാളത്തോടെ അങ്ങും ഇങ്ങും നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിൽ ദാഹപരവേശനായി
നമ്മളൊക്കെ പണ്ട് മദ്രസയിൽ പഠിച്ചിട്ടില്ലേ, ഒരു ചാൻ ഉയരത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ന്. ഞാൻ നേരത്തെ മുതലേ ഇങ്ങനെ ആലോചിക്കായിരുന്നു, പടച്ചവനെ, മഴ പെയ്ത് തീർന്നിട്ട് അധിക നാളുകളൊന്നും ആയില്ല, പക്ഷെ കുറച്ച് സമയം പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. എന്ത് കടുപ്പപ്പെട്ട ചൂടാ, എന്ത് കടുപ്പപ്പെട്ട ചൂടാ. ഇങ്ങനെയാണെങ്കിൽ ഇനി എത്ര മാസക്കാലമുണ്ട് കേരളീയർക്ക് അടുത്ത മഴ വരാൻ വേണ്ടി? അതുവരെ നമ്മൾ എങ്ങനെയാണ് ഈ തീക്ഷ്ണമായ ചൂട് സഹിക്കുക? ഇന്ന് ഈ ലോകത്ത് നമുക്ക് താങ്ങാൻ കഴിയാത്ത ചൂടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, എത്ര കോടാനകോടി കിലോമീറ്റർ അകലത്തിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ താപമാണിത്. പരലോകത്തെത്തുമ്പോൾ മഹ്ശറയുടെ വൻസഭയിൽ ഒരു ചാൻ ഉയരത്തിലാണ് സൂര്യൻ ഉദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചെമ്പ് തറ പോലെ ചുട്ടുപൊള്ളുന്ന തറയിൽ നിർത്തപ്പെടുകയാണ് മനുഷ്യർ. അത് എത്ര കാലമാണ് പ്രിയപ്പെട്ടവരെ? ആ നിലയിൽ ദാഹപരവേശരായി കഴിയുന്ന ആളുകൾ ഉമ്മയോട് സഹായം ചോദിക്കും, ഉപ്പയോട് സഹായം ചോദിക്കും, സഹോദരങ്ങളോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് സഹായം ചോദിക്കും. പക്ഷെ ആരും ആർക്കും ഒരു സഹായവും ചെയ്യാതെ നെട്ടോട്ടമോടുകയാണ്. എല്ലാവരും അവരവരുടെ വെപ്രാളത്തോടുകൂടി നടക്കുക. ഈ സമയത്ത് ദാഹപരവേശരായി നടക്കുന്ന ആളുകൾക്ക് അഭയം നൽകാൻ, അവരെ തന്റെ മാറോട് ചേർത്ത് അണച്ചു കൂട്ടിക്കൊണ്ട് ഒരിറക്ക് വെള്ളം കൊടുക്കാൻ അഷ്റഫുൽ ഖൽഖ് താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിന്റെ മുമ്പിൽ നിൽക്കുമെന്ന് നമ്മളെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ മുസ്ലിമീങ്ങളും മറ്റെല്ലാ ഇടങ്ങളിൽ നിന്നും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് അവസാനം ഹൗദുൽ കൗസറിന്റെ പരിസരത്തേക്ക് പ്രതീക്ഷയോടുകൂടി ഓടി അണയാൻ ശ്രമിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുകയും തങ്ങളുടെ സുന്നത്തുകളെ പിന്തുടരുകയും ഈ ലോകത്തിന് വിധങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിതം നയിക്കുകയും ചെയ്ത ആളുകളെ ഓരോരുത്തരെയായി തിരിച്ചറിയും. അവരെ തങ്ങൾ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കും. ഹദീസിൽ വരുന്നുണ്ട്, ഒരു കൈകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്തിയെ ഇങ്ങനെ അണച്ചു ചേർക്കും, മറു കൈകൊണ്ട് തങ്ങൾ അവരുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ സമയത്ത് അദ്ദേഹം പറയാം, ഈ സമയത്ത് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, എന്റെ കൈകൊണ്ട് ഞാൻ ആ വെള്ളം വാങ്ങി കുടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ കൈ നോക്കിയിട്ട് പറയാ, എടാ, ദുനിയാവിൽ വെച്ച് നിനക്ക് ഈ രണ്ട് കൈകൾ പടച്ചവൻ തന്നിട്ട് എന്റെ സുന്നത്തനുസരിച്ചിട്ട് അതൊന്ന് കോർത്തെഴുതാനുള്ള സന്മനസ് നിനക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്നെങ്ങാനും എന്റെ മുഖത്ത് നോക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയാൽ എന്താകും എന്ന വെപ്രാളമാണ് എനിക്കുള്ളത്. രണ്ട് കൈകൾ നിനക്ക് തന്നില്ലേ, ഈ രണ്ട് കൈകളെ കൊണ്ട് ഭൂമിയിൽ എന്റെ സുന്നത്ത് പ്രകാരം ഒന്ന് കോർത്തിണക്കി കഴുകാൻ എന്തേ നിനക്ക് സന്മനസ് വന്നില്ല? അതിനു മാത്രം നിനക്ക് എന്നോട് സ്നേഹമുണ്ടായിട്ടില്ലല്ലോ എന്നെങ്ങാനും ചോദിച്ചു പോയാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയും. ചില ആളുകൾ പ്രതീക്ഷയോടുകൂടി ഹൗദുൽ കൗസറിന്റെ പരിസരത്തേക്ക് വെള്ളം കിട്ടാനുള്ള വെപ്രാളവുമായി ഇങ്ങനെ ആർത്തിയോടെ അടുക്കാൻ ശ്രമിക്കും. അപ്പൊ നബിതങ്ങളോ അവരെ കാണുമ്പം അടുപ്പിക്കാനും ശ്രമിക്കും. കാരണം ഈ ഉമ്മത്തിനെ ഇത്രയേറെ സ്നേഹിച്ച ഒരു മനസ്സ് ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല. മക്കൾക്ക് ആർക്കുമില്ലാത്ത സ്നേഹത്തിന്റെ മനസ്സാണ് ഈ ഉമ്മത്തിനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അന്ത ഉമ്മുൻ അം അബു എന്നൊക്കെ നമ്മൾ പാടിയില്ലേ, അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ എന്നൊക്കെ നമ്മൾ പാടിയില്ലേ. അത്രയേറെ സ്നേഹിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന അനുയായിയെ കൂടുതൽ അടുപ്പിച്ച് അവന് വെള്ളം കൊടുക്കാൻ അത്യാഗ്രഹം പ്രകടിക്കുമ്പോൾ മലക്കുകളുടെ ഭാഗത്തു നിന്നും ഒരൊച്ച ഉണ്ടാകും, ഒരു ശബ്ദമുണ്ടാകുമെന്ന ഹദീസിൽ, സുഹഖൻ സുഹഖാ സുഹഖൻ സുഹഖാ, മാറി നിൽക്കുക എന്ന് പറയും. അങ്ങോട്ട് മാറിക്ക്. അപ്പം ഈ വരിയിൽ ഏകദേശം വെള്ളം കിട്ടുമെന്ന വെപ്രാളത്തോടെ അടുത്ത് വരെ എത്തിയപ്പോൾ മലക്കുകൾ വന്നിട്ട് പിടിച്ചു മാറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന വെപ്രാളം അത് കാണുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സലിയും. എന്നിട്ട് തങ്ങൾ മലക്കുകളോട് പറയും, അവരെ വിട്ടേക്ക്, പാവല്ലേ, എന്റെ ഉമ്മത്തിയല്ലേ, ഞാൻ അവനും ഒരിറക്ക് വെള്ളം കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയും, ഇല്ല നബിയെ, അവർക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ല. അവർക്ക് വെള്ളം എന്താ കാരണം? നബിതങ്ങൾ വെപ്രാളത്തോടെ വ്യസനത്തോടെ ചോദിക്കുമ്പോൾ മലക്കുകൾ പറയും, നബിയെ, അങ്ങ് അവരിൽ നിന്നും യാത്രയായതിനു ശേഷം അങ്ങയുടെ പവിത്രമായ പരിശുദ്ധമായ സുന്നത്തുകൾക്ക് വിപരീതമായ നിലയിൽ ഇഷ്ടപ്രകാരം ജീവിച്ചവരാണ് ഇവർ. ഓഹോ, അങ്ങനെയാ, എന്നാ പിന്നെ ഞാനും അവരുമായി ഒരു ബന്ധമില്ലെന്ന് അവസാനത്തെ പ്രതീക്ഷയായിരുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അത്തരക്കാരിൽ നിന്നും ഒഴിഞ്ഞു പറയുമെന്ന ഹദീസിന്റെ വരികൾ നമുക്ക് കാണാൻ കഴിയും.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ആവേശ പ്രസംഗങ്ങൾ നടത്തിയിട്ടോ അല്ലെങ്കിൽ മദ്ഹ് ഗാനങ്ങൾ പാടിയിട്ടോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രദർശിപ്പിച്ചത് കൊണ്ടോ മാത്രമായില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഖുത്ബയുടെ പ്രാരംഭം മുതൽക്ക് സൂചിപ്പിച്ചതുപോലെ ഓരോ നിമിഷത്തിലും ഓരോ കർമ്മങ്ങളിലും ശ്രദ്ധിക്കേണ്ട സുന്നത്തായ അമലുകൾ കൃത്യമായി ശ്രദ്ധിക്കണം. എല്ലാ ഫർളുകളും കൃത്യമായി നമ്മൾ അനുഷ്ഠിക്കണം. ഏറ്റവും വലിയ സുന്നത്ത്, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഏറ്റവും വലിയ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫറളായ ഇബാദത്തുകൾ കണിശമായ നിലയിൽ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നതാണ് ഏറ്റവും വലിയ സുന്നത്ത്. ഏറ്റവും വലിയ സുന്നത്തിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു നിർബന്ധമാക്കിയ അമലുകളൊക്കെ കൃത്യമായി അനുസരിച്ചുകൊണ്ടേയിരിക്കുക, അതിൽ ശ്രദ്ധിക്കുക. അള്ളാഹു നിരോധിക്കുകയും അരുതെന്ന് പറയുകയും ചെയ്ത തെറ്റുകുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയും ചെയ്യുക, അതാണ് ഏറ്റവും വലിയ സുന്നത്ത്. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ സുന്നത്തിന്റെ അടിപ്പടയിൽ വാർത്തെടുക്കാൻ, നമ്മുടെ ജീവിതത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കരുപ്പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എന്റെ ഇഷ്ടമല്ല വലുത്, എന്റെ റസൂലിന്റെ ഇഷ്ടമാണ് വലുത്. സഹാബാക്കള് മഹാന്മാരായി മാറിയത് അങ്ങനെയാണ്. നമ്മൾ ഇന്ന് ഔലിയാക്കളെന്നും സലഫ് സാലിഹീങ്ങളെന്നും വിളിച്ച് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ആ കോലത്തിലേക്ക് എത്തിയത് അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. തഖ്വയുടെ പേരിൽ, സൂക്ഷ്മതയുടെ പേരിൽ, അമലുകളുടെ പേരിൽ അല്ലാതെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അടുക്കൽ അടിമകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും റബീഉൽ അവ്വൽ കഴിഞ്ഞാലും ഇനി മുതൽക്ക് അങ്ങോട്ട് റബീഉൽ അവ്വലിൽ നമുക്കുണ്ടായിരുന്ന ഹുബ്ബുർ റസൂലിന്റെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദം മുഴക്കാൻ നമുക്ക് സാധിക്കണം. റബീഉൽ അവ്വലിൽ നമ്മൾ കേട്ട മദ്ഹ് ഗാനങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ സ്വാധീനം ചെലുത്താൻ നമുക്ക് അവസരമുണ്ടാകണം. റബീഉൽ അവ്വലിൽ നമ്മൾ ഏതൊരു മഹാത്മാവിനെയാണോ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത്, ആ മഹാത്മാവുമായുള്ള ബന്ധം നമ്മുടെ മാസം തീരുന്നതോടുകൂടി തീരരുത്. ഞാനെയും നിങ്ങളെയും ഒക്കെ ജീവിതത്തിന്റെ ഈ പൊടിപ്പുകളും തുങ്കലുകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് മയ്യത്ത് എന്ന് പറയുന്ന കോലത്തിൽ കുളിപ്പിച്ച് നന്നായി പൊതിഞ്ഞ് 2-3 തുണിക്കഷ്ണങ്ങളിൽ ഖബറിന്റെ ഉള്ളിൽ ഇറക്കി വെക്കപ്പെട്ട് മണ്ണിട്ട് മൂടി ആളുകളൊക്കെ തിരിച്ചു നടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഞാനും എന്റെ ഖബറും ഞാനും എന്റെ അമലും ഞാനും എന്റെ പരലോകവും അവിടെ സമാരംഭിക്കുകയായിരിക്കും. അവിടെ വേറെ ആരും എന്നോടൊപ്പം ഇല്ല. ഞാനുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകൾ പോലും എന്നെ കുഴിയിൽ താത്തിട്ട് തിരിച്ചുപോയി എന്നതാണ് സത്യം. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ ഏതെങ്കിലും നല്ല മക്കൾക്ക് വാപ്പയുടെ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് നല്ല തർബിയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഉപ്പാനെ സിയാറത്ത് ചെയ്യും, ഉമ്മാനെ സിയാറത്ത് ചെയ്യും, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപ്പമാർക്ക് വേണ്ടി ദുആ ചെയ്യണം, ഉമ്മമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ദുആയിൽ ഒരു പിശുക്കും നമ്മൾ കാണിക്കരുത്. നമ്മുടെ ഉമ്മ വാപ്പമാർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആയാൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ അത് കണ്ടിട്ട് നാളെ നമ്മൾ മയ്യത്തായി ഖബറിൽ മണമാറപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ഇന്ന് നമ്മൾ നമ്മുടെ ഉമ്മവാപ്പമാരെ മറന്നുപോയാൽ അത് കണ്ടു വളരുന്ന മക്കള് മരിച്ചുപോയ നമ്മൾ ഒരിക്കലും ഓർക്കുകയില്ല. അങ്ങനെ ഞാനും നിങ്ങളും ഒറ്റപ്പെട്ടവരായി ഖബറിടങ്ങളിൽ മറമാടപ്പെട്ടിട്ട് നമ്മുടെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും മടങ്ങിപ്പോയി കഴിയുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നും മലക്കുകൾ വരും. മുൻകർ നക്കീർ എന്നാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്. മുൻകർ നക്കീർ വരും, എഴുന്നേൽപ്പിച്ചിരുത്തും, ചില ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക എന്ന് ചോദിക്കും, വമാ ദീനുക എന്ന് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ പണ്ട് പഠിച്ചതാണ്. ആരാ നിന്റെ റബ്ബ് എന്നാ ചോദ്യം. ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന വാക്കുകളിലൂടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് മറുപടി കൊടുക്കാൻ കഴിയണമെന്നില്ല. പിന്നെയോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ജീവിതത്തിൽ അമലുകളിലൂടെ, അനുസരണയിലൂടെ, ഇബാദത്തിലൂടെ, ഈമാനിനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ അള്ളാഹുവാണ് എന്റെ റബ്ബെന്ന് അടിയുറച്ച നിലയിലാണ് മരണം വരിച്ചിട്ട് ഖബറിൽ കഴിയുന്നതെങ്കിൽ മനസ്സാ വാചാ കർമ്മണ ആ ഒരു വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് റബ്ബി അല്ലാഹ് എന്ന് മറുപടി പറയാൻ കഴിയും. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഹദീസുകളിൽ കാണുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടും. എന്നിട്ട് മാദാ തഖൂലു ഫി ഹാദർ റജുൽ എന്ന് ചോദിക്കും. മാദാ തഖൂലു ഫി ഹാദർ റജുൽ, മാദാ തഖൂലു ഫി ഹാദർ റജുൽ, ഇതാരാണ്, ഈ ആളിന്റെ പേരിൽ നിന്റെ അഭിപ്രായം എന്താണ്, ഇദ്ദേഹത്തെ കുറിച്ചിട്ട് നീ മനസ്സിലാക്കി വെച്ചത് എന്താണ് എന്ന് ചോദിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കണം. അന്ന് നമ്മളുടെ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ കാണുമ്പോൾ ഒരു മുഹിബ്ബ് ആണെങ്കിൽ, ഒരു മുത്തബി ആണെങ്കിൽ, തങ്ങളുടെ സുന്നത്തുകളെ ആർത്തിയോടെ ആഗ്രഹത്തോടെ പിന്തുടരുന്നവനാണെങ്കിൽ സന്തോഷത്തോടെ നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്ര കാലമായി നമ്മൾ ദുആ ചെയ്യുന്നു, പടച്ചവനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നും അല്ലെങ്കിൽ ഈ പാവിയുടെ കണ്ണുകൊണ്ട് ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ തൗഫീഖ് തരണേ. നമ്മൾ ദ്വാരക്കല്ലേ, ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണിച്ചു തരണേ.
സ്വപ്നത്തിലെങ്കിലും കാണിച്ചു തരണേ, ദുആ ചെയ്യാം. നാളെ ഹൗദുൽ കൗസറിൽ അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കാൻ എനിക്ക് തൗഫീഖ് തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ ദുആ ചെയ്ത് ഖബറിൽ എത്തിപ്പെട്ട ഒരു മുസ്ലിമിന്റെ മുമ്പിൽ സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടു നിർത്തപ്പെടുമ്പോൾ ആവേശത്തോടെ ചാടി എണീറ്റ് പറയും, ഇതെന്റെ റസൂലല്ലേ, ഇതെന്റെ റസൂല്, ഞാൻ പിൻപറ്റിയ റസൂല്, ഞാൻ സുന്നത്തനുസരിച്ച് ജീവിച്ച റസൂല്, ഞാൻ വെള്ളിയാഴ്ച സലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ കുറെ സലാത്ത് പറഞ്ഞ എന്റെ റസൂലല്ലേ, ഞാൻ വയ്യാതെ കടന്നപ്പം നാവ് പൊന്താത്ത സമയത്ത് പോലും ഞാൻ സലാത്ത് പറഞ്ഞ എന്റെ റസൂലല്ലേ, ഞാൻ എന്റെ റസൂലിനെ അറിയുന്നു എന്ന മനുഷ്യൻ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഒക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരെ മറിച്ചായാൽ ഇതാരാന്ന് എനിക്കറിയില്ല. ഹദീസിൽ വരുന്നുണ്ട്, അവൻ പപ്പ പഠിക്കും, എന്നൊക്കെ പറയും, ഇത് ആരാന്ന് അവൻ അറിയില്ല. കാരണം അവന്റെ ജീവിതവും അള്ളാന്റെ റസൂലിന്റെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ, റബീഉൽ അവ്വലിന് ചിലപ്പം ആളുകൾ പിരിവിന് വന്നപ്പോൾ ചില്ലറകൾ കൊടുത്തു കാണും, അല്ലെങ്കിൽ അവർ ക്ഷണിച്ച സ്റ്റേജിൽ പോയി കുറച്ച് സമയം ഇരുന്ന് കാണും, അല്ലെങ്കിൽ ഇശലുകളും പാട്ടുകളും ഒക്കെ ഒന്ന് കേട്ട് രുചിച്ചു കാണും. അതിന്റെ അപ്പുറത്തേക്ക് ഈ നിൽക്കുന്ന ആൾ ആരാന്ന് എനിക്ക് അറിയില്ല എന്നവൻ കൈമലർത്തുമെന്ന് ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു തമാശയും അല്ലെങ്കിൽ ആവേശവും ഒന്നും അല്ല, അല്ലെങ്കിൽ ആരെങ്കിലും ശരിപ്പെടുത്തലോ കുറ്റപ്പെടുത്തലോ ഒന്നും അല്ല. ഞാനും നിങ്ങളും നമ്മുടെ ആഖിറം സലാമത്താകാൻ, നമ്മുടെ ഖബർ മുതൽ തുടങ്ങുന്ന പരലോകം വിജയകരമാകാൻ, നമ്മുടെ പടച്ചവന്റെ പ്രീതിയും പൊരുത്തവും നമുക്ക് കിട്ടാൻ അവന്റെ ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് വർദ്ധിപ്പിക്കണം, അടുപ്പം വർദ്ധിപ്പിക്കണം. ആ മുഹബ്ബത്തും അടുപ്പവും തങ്ങളെ പിൻപറ്റുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഹറാമുകളെ അകറ്റി നിർത്തും. അള്ളാന്റെ റസൂല് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ലാഭം കിട്ടിയാലും എനിക്കത് വേണ്ട. അള്ളാഹുവിന്റെ റസൂൽ അത് വേണമെന്ന് കൽപ്പിച്ചാൽ എനിക്കിനി എന്ത് വിഷമം വന്നാലും ഞാൻ അത് അനുഷ്ഠിച്ചേ തീരുമെന്നൊരു നിർബന്ധബുദ്ധി ഉണ്ടാകണം. ഹറാമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം, തെറ്റുകുറ്റങ്ങളെ പൂർണ്ണമായി വിട്ടൊഴിയണം, ഹലാലുകളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുകയും ഫറദായ സുന്നത്തായ അമലുകളൊക്കെ കൃത്യമായി അനുഷ്ഠിക്കാൻ ശ്രമിക്കുകയും വേണം. അത് നമ്മുടെ ജീവിതത്തിലും വേണം, നമ്മുടെ കുടുംബങ്ങളിലും വേണം. വളർന്നു വരുന്ന പുതിയ കുഞ്ഞുങ്ങളിൽ അങ്ങനത്തെ ഒരു വാസനയും ആവേശവും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്കും അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. وصلى الله على سيدنا محمد وعلى آله وأصحابه الأبر. أيها الناس اتقوا الله حق تقاته، فإن الله سبحانه وتعالى قال: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن محمدا عبده ورسوله وأشرف مولود. أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. وارض اللهم عن أشرف خلفائه الراشدين وأفضل أمرائه المرشدين، وهو الإمام الشفيق أمير المؤمنين أبو بكر الصديق. اللهم ارض عن المعظم في الأصحاب أمير المؤمنين عمر بن الخطاب. اللهم ارض عن سيد الأختان أمير المؤمنين عثمان بن عفان. اللهم ارض عن مظهر العجائب أمير المؤمنين علي بن أبي طالب. اللهم ارض عن كل الصحابة والقرابة أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات ويا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار،
فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.